നടൻ കൃഷ്ണകുമാറിൻ്റെ മകള് ദിയ കൃഷ്ണകുമാർ നടത്തിയ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ 69 ലക്ഷം രൂപ വെട്ടിച്ചു. ഇതിനെ സംബന്ധിച്ച് മ്യൂസിയം പോലീസ് കേസെടുത്തു. അവിടുത്തെ 3 ജീവനക്കാർ, 3 പെൺകുട്ടികൾ, ചെറുപ്പക്കാരികൾ, അവരാണ് ഈ പണം അടിച്ചു മാറ്റിയത്. അവരെ ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോയി പണം ഈടാക്കാൻ നോക്കി എന്നുള്ള രീതിയിൽ മറ്റൊരു കേസ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു. വാദിയായ ദിയ കൃഷ്ണയ്ക്ക് 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. തൻ്റെ ഓഫീസിൽ നിന്ന് ആ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി. അതിന് എന്തായാലും ഒരു കോഗ്നിസബിൾ ഒഫൻസാണ്. അത് ചീറ്റിങ്ങിൻ്റെ പരിധിയിൽ വരാം. അല്ലെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്. 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്നതാണ്. അത് BNS 316 വകുപ്പ് മാത്രം മതി. കാരണം ആ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം പോയതായിട്ട് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. മ്യൂസിയം പോലീസ് ഇവരെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം ഈടാക്കാൻ ശ്രമിച്ചെന്നൊരു കള്ളക്കേസ് അവർ മൊഴി കൊടുത്തു. അത് അവരുടെ വക്കീൽ അഡ്വൈസ് ചെയ്തതനുസരിച്ചാണ് ഒരു കൗണ്ടർ. അതിന് മ്യൂസിയം പോലീസ് കേസെടുത്തു. വാദിക്കും കേസ്, പ്രതിക്കും കേസെന്നാണ് മ്യൂസിയം പോലീസിൻ്റെ നടപടി. അത് വളരെ വിവാദമായി. മുൻകൂർ ജാമ്യത്തിനായി മ്യൂസിയം പോലീസ് എടുത്ത കേസിൽ ദിയ കൃഷ്ണകുമാറും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്തു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആദ്യ പ്രതിവാദങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കോടതി അതിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. ഇപ്പം ക്രൈംബ്രാഞ്ച് ആ കേസ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞു ജാമ്യത്തിൻ്റെ കാര്യം പരിശോധിക്കാം, ക്രൈംബ്രാഞ്ചിന് ഇതേപ്പറ്റി എന്ത് പറയുന്നതെന്ന് അറിയട്ടെ. കാരണം അങ്ങനെ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവണം. കാരണം ഈ കേസിൻ്റെ സാഹചര്യം ഒരാളുടെ 69 ലക്ഷം രൂപ പോയതാണ്. അതിന് മ്യൂസിയം പോലീസ് കേസെടുത്തത് നല്ല കാര്യം. പക്ഷേ പ്രതികളായി സംശയിക്കുന്നവർക്ക് അനുകൂലമായി മ്യൂസിയം പോലീസ് വേറൊരു കേസ് കൂടെ എടുത്തു. അപ്പം കേസും കൗണ്ടർ കേസും ഉള്ളതുകൊണ്ട് ആ കോഗ്നിസബിൾ ഒഫൻസ് നള്ളിഫൈ ചെയ്ത് പോയതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും മ്യൂസിയം പോലീസിൻ്റെ രണ്ടാമത്തെ കേസെടുപ്പ് അത്ര സുഖകരമായിട്ട് തോന്നണില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്തത്. കൃഷ്ണകുമാറും മകളും മുഖ്യമന്ത്രി ആഫീസിൽ പരാതിയായിട്ട് പോയി. തങ്ങൾക്ക് 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, ശരിയാണ്. അവർ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിട്ട് അവർ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ചർച്ചയുണ്ടായി. ആ ഫ്ലാറ്റിൽ ഇവരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒച്ചയും ബഹളമൊക്കെ ആയപ്പോൾ ഫ്ലാറ്റുകാരും അടുത്ത റെസിഡൻറ്റ് അസോസിയേഷൻകാരും അവിടെ ഈ രീതിയിലുള്ള ചർച്ചയൊന്നും പാടില്ല എന്ന് പറഞ്ഞു. കാരണം 3 ജീവനക്കാരും അവരുടെ ഭർത്താക്കന്മാരും അവരെ സഹായിക്കുന്നവരൊക്കെ ആ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴാണ് അവിടുത്തെ ഫ്ലാറ്റിൻ്റെ റെസിഡൻറ്റ് അസോസിയേഷൻകാർ അവിടെ വെച്ച് ഈ കാര്യത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. ഇത് കേട്ടപ്പം തന്നെ കൃഷ്ണകുമാർ അയാളുടെ ഓഫീസിലേക്ക് ചർച്ച മാറ്റി. അയാളെ കൂടെ അവിടുത്തെ മകളുടെയും കൂടെ 2 ജീവനക്കാർ കയറി. മറ്റൊരു ജീവനക്കാരി അവളുടെ സ്കൂട്ടറിലാണ് പിന്നാലെ പോകുന്നത്. ഇത് നമുക്ക് CCTV ദൃശ്യത്തിലെല്ലാം വളരെ ക്ലിയറാണ്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കേസെടുത്ത് ആ കേസ് കള്ളക്കേസാണ്. അത് ഇപ്പം ക്രൈംബ്രാഞ്ച് അതിൻ്റെ റിപ്പോർട്ട് കോടതി ചെന്നതിന് ശേഷം മാത്രമേ കോടതി ജാമ്യം വേണോ ഇല്ലയോ എന്നുള്ള കാര്യം പറയുകയുള്ളൂ. ഈ കേസ് രണ്ടാമത്തെ കേസ് നിലനിൽക്കുന്ന കേസല്ല എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്താൽ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം അത് റെഫർ ചെയ്ത് കളയും എന്ന് കോടതിക്കറിയാം. അങ്ങനെ പ്രതികളെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ മോളെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തൽക്കാലം എന്ന് പറഞ്ഞാൽ ജാമ്യം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ജാമ്യം തള്ളും. കോടതി അത് തന്നെയാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. തിങ്കളാഴ്ച ചൊവ്വാഴ്ച അവിടുത്തെ എനിക്ക് തോന്നുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് കിട്ടും. അതോടെ കോടതി അതിനകത്ത് ജാമ്യം വേണോ ഇല്ലയോ എന്ന് കോടതി പറയും. എന്തായാലും ഈ ഒരു സംഭവം വളരെ വാർത്താ പ്രാധാന്യം ഉണ്ടായി. നിരപരാധിയായ കൃഷ്ണകുമാറിനെയും മകളെ ദിയ കൃഷ്ണകുമാറിനെയും
ഒരു കേസിനകത്ത് കുരുക്കിയതാണ്. ഇതിൽ ആ രീതിയിലുള്ള പോലീസിൻ്റെ നീക്കം അത്ര നല്ലതല്ല. ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ആണ് ഇതിനകത്ത് സംഭവിച്ചത്. അത് 344 BNS തന്നെ. അതിനും ഒരു 7 വർഷത്തെ ശിക്ഷ കിട്ടാം. ഇതിനകത്ത് ആ പണം അടിച്ചു മാറ്റിയതിനൊരു 10 വർഷം വരെ ശിക്ഷ കിട്ടാം. അത് BNS 316 അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവർ ചെയ്തു. ആ QR കോഡിൽ ചില മോഡിഫിക്കേഷൻ നടത്തി ഈ 69 ലക്ഷം രൂപ തങ്ങളുടെ 3 പേരുടെ അക്കൗണ്ടിലേക്ക് അവർ അയക്കുകയും ചെയ്തു. അത് വലിയ കുറ്റകരമാണ്. അത് നല്ല എവിഡൻസാണ് കോടതിയുടെ മുമ്പിൽ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ശിക്ഷ ഉറപ്പാണ്. ആരാണ് അവരെ ഈ രീതിയിൽ അഡ്വൈസ് കൊടുത്ത് ഇതുപോലുള്ള കൃത്രിമം ചെയ്യാനും കൃത്രിമം ചെയ്തതും അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ നടത്തിയത് അതിൽ നിന്ന് ഊരിക്കൊടുക്കാമെന്ന് പറഞ്ഞ വക്കീലിൻ്റെ ബുദ്ധിയാണ് ഈ പെൺകുട്ടികളെ ഈ കേസിനകത്ത് കുരുക്കിയത്. ഈ കേസ് ഒത്തുതീർപ്പിലെത്തിക്കാനായിട്ടും കൃഷ്ണകുമാർ തയ്യാറായതാണ്. 69 ലക്ഷത്തിന് പകരം 22.5 ലക്ഷം കൊടുത്ത് പ്രശ്നം തീർക്കാം എന്ന് വാക്ക് കൊടുത്തതാണ്. അതിലേക്ക് അവർ വന്നില്ല. 8 ലക്ഷം രൂപ അവർ തരപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു. 22.5 ലക്ഷത്തിന് പ്രശ്നം തീർക്കാമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരെ വഴിതെറ്റിച്ചുകൊണ്ട് പോയ അവരുടെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ അവരുടെ അഡ്വക്കേറ്റുമാണ് എന്ന് കൃത്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കോടതിയുടെ ഇവരെ മുൻകൂർ ജാമ്യത്തെപ്പറ്റിയുള്ള തീരുമാനം വന്ന ശേഷം മാത്രമേ ഇതിൽ മറ്റു രീതിയിൽ ഏത് രീതിയിലാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ.